ഒക്ടോബർ 3. ഓക്ക് വൃക്ഷഫലത്തിൻ്റെ അമ്മ. തൻ്റെ പിതാവിൻ്റെ ആടുകളെ നോക്കുന്ന ബധിരനും മൂകനുമായ ഒരു ആട്ടിടയൻ ഒരു ഓക്ക് മരത്തണലിൽ വിശ്രമിക്കുക പതിവായിരുന്നു. ഒരു ദിവസം രാവിലെ ആട്ടിടയൻ ഉണർന്നപ്പോൾ ഒരു വലിയ പ്രകാശം ഓക്ക് മരത്തിൽ നിന്ന് കാണുകയും അവൻ ചലിക്കാനാകാതെ നിന്നു പോകുകയും ചെയ്തു. ശിഖരങ്ങൾക്കിടയിൽ നീലവസ്ത്രമണിഞ്ഞ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടത് അവൻ കണ്ടു. ഗ്രാമത്തിൽ പോയി പിതാവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പതിഞ്ഞ സ്വരത്തിൽ ആ സ്ത്രീ അവനോട് പറഞ്ഞു. ഭയങ്കരമായ ഞെട്ടലോടുകൂടി ആട്ടിടയൻ വീട്ടിലേക്ക് ഓടിച്ചെന്ന് പിതാവിനെ അറിയിക്കുകയും അവൻ്റെ കൂടെ പോകുവാൻ വിളിക്കുകയും ചെയ്തു. ഈ സംഭവം അറിഞ്ഞ അവൻ്റെ പിതാവും മകളും ഒരു കൂട്ടം ജനങ്ങളുടെ കൂടെ ഓക്കുമരത്തിൻ്റെ അടുത്തേക്ക് പോയി. എന്നാൽ ആ സ്ത്രീ അപ്രത്യക്ഷമായി. അവളുടെ അത്ഭുത സാന്നിധ്യത്തിൻ്റെ അടയാളമായി ബധിരനും മൂകനുമായ ആട്ടിടയന് കേൾവിശക്തിയും സംസാരശേഷിയും തിരിച്ചു കിട്ടി. ജിയാണ്ടയിലെ മാതാവ് എന്ന പേരിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് അവിടെ ഒരു പള്ളി പണി കഴിപ്പിച്ചു. ആവേ മരിയ.